നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ചമ്മന്തിയാണ് ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഉണക്ക ചെമ്മീനാണ്. ആദ്യം തന്നെ നമുക്കതിൻ്റെ തലയും വാലും എല്ലാം നുള്ളിക്കളഞ്ഞ് അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇവിടെ ഞാനിത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാലും തലയും എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം. ഇത് ഞാനിവിടെ ഓൾറെഡി കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇനി ഈ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഡ്രൈ ആയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഡ്രൈ ആയി നന്നായിട്ട് ഫ്രൈ ആയെങ്കിൽ മാത്രമേ നമ്മൾ പൊടിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റും ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ശരിക്കും പൊടിഞ്ഞു കിട്ടത്തുമില്ല. ഇതിപ്പോൾ ഏകദേശം കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. നമുക്കൊരു ചെമ്മീൻ എടുത്തൊന്ന് ഒടിച്ചു നോക്കിയാൽ ഒടിഞ്ഞു വരുന്ന ഒരു പാകമാകുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഈ വറുത്ത ചെമ്മീൻ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ആ സെയിം പാനിൽ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കണം. നമുക്ക് എന്തോരാണ് ചെമ്മീൻ എടുത്തിരിക്കുന്നത് അതനുസരിച്ചുള്ള തേങ്ങയുടെ അളവും അത് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. ഈ തേങ്ങ നമുക്ക് സ്വല്പം ഒന്ന് ചൂടാക്കിയെടുക്കണം. ഈ ചൂടാക്കുന്ന സമയത്ത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി അല്ലെങ്കിൽ വറ്റൽമുളക്, ഉണക്കമുളക് ഫ്രഷ് ആയിട്ടുള്ള ഇട്ട് കൊടുത്താലും മതി. ഇത് എളുപ്പത്തിനാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടിയും തേങ്ങയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഒരു വെള്ളത്തിൻ്റെ മയം നമുക്കൊരു സൗണ്ട് കേൾക്കാം. ആ സൗണ്ട് നിൽക്കുന്നിടം വരെ ഒന്ന് ചൂടാക്കിയാൽ മതി. ഇനി ഇങ്ങനെ ചൂടാക്കിയില്ല, അല്ലാതെ ഡയറക്റ്റ് ആയാലും നമുക്ക് പൊടിച്ചെടുക്കാം. പക്ഷേ ഈ രീതിയിലൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയൊന്ന് ചൂടാക്കിയ ശേഷം നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെയല്ല 2-3 ദിവസം ഇത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്തൊന്ന് പൊടിച്ചെടുത്താൽ മതി. അതിനായിട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കരിവേപ്പില വെച്ച് നന്നായിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളി നന്നായിട്ട് ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണല്ലോ. പിന്നെ ഈ വറുത്ത ചെമ്മീൻ, പിന്നെ തേങ്ങയും മുളകും കൂടെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ഇത് എല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ചോപ്പറിലിട്ട് ഒരു മിനിറ്റ് പോലും ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോയാൽ ടേസ്റ്റ് കിട്ടത്തില്ല. അല്ലാതെ നല്ല പൊടിയായിട്ടിരിക്കുന്ന രീതിയിൽ നമുക്കിതെല്ലാം കൂടെ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ വറുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ പക്ഷേ കരിവേപ്പില ഫ്രഷായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ തേങ്ങ വറുത്തപ്പോൾ ഉപ്പിട്ടില്ല. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണെന്ന് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധികം സമയമൊന്നും ആവശ്യമില്ല. എന്നാൽ നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണിത്. എല്ലാവരും ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വേറെ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.